വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സും അതുപോലെ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സും നമ്മളിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് HSST കോമേഴ്സിൻ്റെ ക്ലാസ് ഒന്ന് ലേറ്റായി പോകുന്നുണ്ട്. കാരണം നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമാണ് ആദ്യം തന്നെ വരുന്നത്. അതായത് നമുക്ക് മെയ് മാസത്തിലാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം വരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് കൊടുത്തുവെന്നേ ഉള്ളൂ. നമുക്ക് HSST കോമേഴ്സിൻ്റെ എക്സാം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഏതെങ്കിലും മാസത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സബ്ജക്റ്റും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുകയും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളപ്പോൾ റിസർച്ച് മെത്തഡോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. റിസർച്ച് മെത്തഡോളജി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് എടുത്ത് കണ്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് ഭാഗമാണ് എടുത്ത് നിർത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. റിസർച്ച് മെത്തഡോളജി ക്യൂട്ടിയും കൂടി ചേർന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ക്രിറ്റിക്കൽ വാല്യൂ. ആദ്യം നമ്മൾ ക്രിറ്റിക്കൽ വാല്യൂ ഓർ ടേബിൾ വാല്യൂ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിറ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് സെപ്പറേറ്റ് ദ റിജക്ഷൻ റീജിയൻ ഫ്രം ദ ആക്സെപ്റ്റൻസ് റീജിയൻസ് ഈസ് കോൾഡ് ക്രിറ്റിക്കൽ വാല്യൂ. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ ഏതെല്ലാം കാര്യങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്? വിച്ച് സെപ്പറേറ്റ് ദ റിജക്ഷൻ റീജിയനും അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് റീജിയനും, അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ക്രിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതെന്തെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. When the computed value of the test statistics is numerically less than the critical value, critical വാല്യൂവിനെക്കാളും കുറവാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യാം. എന്താണ് ഈ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? രണ്ട് തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ആണ് മെയിനായിട്ടുള്ളത്. ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം നമ്മളൊരു അസംഷൻ വെക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു അനുമാനം വെക്കുക അല്ലേ? ഇങ്ങനെ ആയിരിക്കും, ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ നെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട്: നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ. നമ്മൾ രണ്ട് വേരിയബിൾസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണ്, എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. ദർ ഈസ് സം സോർട്ട് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ ഓൾട്ടർനേറ്റീവ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ഓൾട്ടർനേറ്റീവ് hypothesis. And if there is no relation between the variables, രണ്ട് വേരിയബിൾസ് തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല എന്നാണെങ്കിൽ അവിടെ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഹൈപ്പോത്തസിസ് ആണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ക്രിറ്റിക്കൽ വാല്യൂ ആണെങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാം. അതർവൈസ് വി റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. ദെൻ നമുക്ക് ഡിസിഷൻസ് പല രീതിയിലുണ്ട്. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് വി ക്യാൻ ആക്സെപ്റ്റ് H0 when it is true, അല്ലെങ്കിൽ we can reject H0 when it is false, reject H0 when it is true or accept H0 when it is false. അപ്പം ഈ ഒരു പോസിബിലിറ്റീസ് ഓഫ് ഡിസിഷനെ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രണ്ട് രീതി എന്ന് പറയുന്നതാണ് ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. അതായത് ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റിജക്റ്റിംഗ്. ട്രൂ ആയതിനെ നമ്മൾ റിജക്റ്റ് ചെയ്താൽ അത് ടൈപ്പ് 1 എററാണ്.
അപ്പോൾ ടൈപ്പ് 2 എറർ എന്തായിരിക്കും? ഇറ്റ് ഈസ് കമ്മിറ്റഡ് ബൈ ആക്സെപ്റ്റിംഗ് എ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അതായത് ഫോൾസ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് ടൈപ്പ് 2 എററാണ്. മനസ്സിലായോ? അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസ് ആണ്, അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്തു, അത് ടൈപ്പ് 1 എററും. അതുപോലെ തന്നെ നമ്മൾ ഫോൾസ് ആയിട്ടുള്ളതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് 2 എററുമാണ്. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് ലാർജ് സാമ്പിൾ ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഫോർ ലാർജ് സാമ്പിൾ ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ലാർജ് സാമ്പിൾ ആണെങ്കിൽ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ സാമ്പിളിൻ്റെ സൈസ് മോർ ദാൻ 30 ആണെങ്കിൽ നമുക്ക് സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ലെസ് ദാൻ 30 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ടെസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് സെറ്റ് ടെസ്റ്റ് എന്ന് നോക്കാം. സെറ്റ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ് വെൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ജസ്റ്റ് നോർമൽ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ വെൻ ദ സാമ്പിൾ ഈസ് ലാർജ് ഓർ വെൻ ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലാർജ് ആയിട്ടുള്ളതുമായ സാമ്പിളിൻ്റെ കേസിലാണ് നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. സെറ്റ് ടെസ്റ്റ് നമ്മൾ സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്. സെറ്റ് ടെസ്റ്റിന് കുറച്ച് എസംഷൻസ് ഉണ്ട്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോർമൽ ആയിരിക്കും. പിന്നെ അതുപോലെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ക്ലോസ് ടു ദ പോപ്പുലേഷൻ പാരാമീറ്റർ ആൻഡ് ദെർഫോർ ഫോർ ഫൈൻഡിങ് ദ സ്റ്റാൻഡേർഡ് എറർ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ആർ ടു ബി യൂസ്ഡ്. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. നമ്മുടെ പോപ്പുലേഷൻ അതായത് സാമ്പിൾ സൈസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് നമ്മൾ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ് എന്നുകൂടി പറയാറുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗോസെറ്റ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ് എന്ന പേരിലാണ് ഈ ടി ടെസ്റ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആവുന്ന സമയത്താണ് നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ സാമ്പിൾ സൈസ് ഈസ് 30 ഓർ ലെസ് ആണ് കേട്ടോ. 30 ഓർ ലെസ് ആവുന്ന സമയത്ത് ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ. സെറ്റ് ടെസ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സാമ്പിൾ സൈസ് മോർ ദാൻ 30 ആയിരിക്കും, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആയിരിക്കും. വെൻ സാമ്പിൾ സൈസ് 30 ഓർ ലെസ് ദാൻ 30 ഓർ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ ആണെങ്കിലാണ് നമ്മൾ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ടി ടെസ്റ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ എസംഷൻസ് ആണ്. ദ പാരൻറ്റ് പോപ്പുലേഷൻ ഈസ് നോർമൽ ആയിരിക്കും, സാമ്പിൾ ഒബ്സർവേഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആയിരിക്കും. അതുപോലെ തന്നെ വെൻ ദ ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ് ഈസ് ടെസ്റ്റഡ് ദ സാമ്പിൾസ് ആർ അസ്യൂംഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദ പോപ്പുലേഷൻ വേരിയൻസസ് ആർ അസ്യൂംഡ് ടു ബി ഈക്വൽ ആൻഡ് അൺനോൺ. അപ്പം ഇങ്ങനെയുള്ള അസംഷൻസ് ആണ് നമ്മൾ ഈ ടി ടെസ്റ്റിൻ്റെ കേസിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മതി. ഇന്ന് എല്ലാം കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ടൈപ്പ് 2 ടെസ്റ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ വാട്ട് ഈസ് ലാർജ് സാമ്പിൾ, അതുപോലെ തന്നെ സ്മോൾ സാമ്പിൾ എന്താണ്, പിന്നെ നമ്മൾ പോസിബിലിറ്റീസ് ഓഫ് ഡിസിഷൻസ് എന്താണെന്ന് പറഞ്ഞു, ക്രിറ്റിക്കൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ സെറ്റ് ടെസ്റ്റ് ടി ടെസ്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്